അതേ, ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില. ഇഞ്ചിയും പച്ചമുളകും സവാളയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില എടുക്കുക. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്ത എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല രീതിയിൽ വരണ്ട് കിട്ടും. അത് വരണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്ന സമയമാകുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഒരു തിള വന്നു കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നമ്മൾ ചില പൊടി പെട്ടെന്ന് ഇട്ട് കൊടുക്കും, റവപ്പൊടി. അപ്പോഴത്തേക്കിന് അത് നമുക്ക് കറക്റ്റായിട്ട് ഉപ്പുമാവ് കിട്ടത്തില്ല, കട്ട കെട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ പറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 മിനിറ്റെങ്കിലും ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക, 2 മിനിറ്റെങ്കിലും. അപ്പം വെള്ളം നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞ് അതിലേക്ക് വേണം ഈ ഉപ്പുമാവിനുള്ള പൊടി ഇട്ട് കൊടുക്കാൻ. ആ പൊടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാവിനുള്ള റവ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കട്ട കെട്ടാത്ത ഉപ്പുമാവ് കിട്ടും.